ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. തുമ്പപ്പൂ കാണുമ്പോൾ പെട്ടെന്ന് ഓണം ഓർമ്മ വരുവാണല്ലേ. തുമ്പപ്പൂ എപ്പോഴും ഓണത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് പോവാം. എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ വ്ളോഗിലേക്ക് വെൽക്കം. ഇന്നത്തെ വ്ളോഗ് എന്താണ്? ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ അഭിരാമം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അഭിരാമം ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. എന്താന്ന് വെച്ചാൽ ശുദ്ധേട്ടൻ്റെ ട്രാൻസ്ഫർ ആയേക്കുവാണ് അഭിരാമത്തിലേക്ക്. അപ്പം എങ്ങനെയുണ്ട് അഭിരാമം കാണാനായിട്ട്? നമ്മുടെ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്, ഏത് വഴിക്കൊക്കെ പോയാൽ അവിടെ എത്താം, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴി തമിഴ്നാട്ടിലെ തന്നെ ഓരോ വഴികളിൽ കൂടെയാണ് നമ്മൾ പോവുക. പക്ഷേ ഇതാ ഇവിടെ ഒരു വെണ്ടത്തോട്ടം കണ്ടു. അത് കാണാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അത് അവിടെ വെള്ളം നിറച്ച് വെള്ളമാണ്, ചെളിയും വെള്ളമൊക്കെയാണ്. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇതാ പശുവിന് കൊടുക്കാനുള്ള എന്തോ പുല്ലൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് വെണ്ടത്തോട്ടം. ഇങ്ങനെയുള്ള തോട്ടങ്ങളാണ് തമിഴ്നാട്ടിൽ എവിടെ പോയാലും, ഇങ്ങനെയുള്ള തോട്ടങ്ങളാണ്. പോണ വഴിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. അപ്പം അത് കാണിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ പോണതിൻ്റെ കൂടെ തമിഴ്നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇതിനകത്ത് കാണിക്കാമെന്ന് ഓർത്തിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. ഈ കാണുന്നത് തമിഴ്നാട്ടിലൊരു മഴവെള്ള സംഭരണിയാണ് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത്, ഇവിടെ മഴ കുറവുള്ള സ്ഥലമാണല്ലോ. അപ്പം മഴ പെയ്യുന്ന സമയത്ത് അവർ ഇതുപോലെ കുഴി തോണ്ടിയിട്ട് മഴവെള്ളമെല്ലാം ശേഖരിച്ച് വയ്ക്കും. അതാണ് പിന്നീട് അവർ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിനെക്കുറിച്ചായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. അതൊക്കെ ശുദ്ധേട്ടനെ ഡീറ്റെയിൽഡായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അത് എന്തോ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണിത്. ഇങ്ങനെ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാശൊക്കെ മുടക്കിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അഭിരാമത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് ഈ കാണുന്നത്. രണ്ട് സൈഡും നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള യാത്രയാണ്. ഇങ്ങനെ നമ്മൾ അഭിരാമത്തിൽ എത്തിച്ചേർന്നു. അഭിരാമത്തിലെ കാഴ്ചകളാണ് അഭിരാമം. പരമക്കുടിയിൽ നിന്ന് പാർത്ഥിവന്നൂർ പോയിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ആയേക്കുന്നത്. ഈ സ്ഥലത്തെ ഒരു ബ്രാഞ്ചിലേക്കാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ പോയി കണ്ട് താമസമൊക്കെ നമ്മൾ പരമക്കുടിയിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. പരമക്കുടിയിൽ നിന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ്. പരമക്കുടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് മെയിൻ റോഡ് വഴി വന്നു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഉള്ളിക്കൂടെ വന്നു കഴിഞ്ഞാൽ 23 എന്തോ എന്ന് തോന്നുന്നു. അപ്പം എന്താണെങ്കിലും വഴിയൊക്കെ ഒന്ന് കണ്ട് ഇരിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ പോയതാണ്. അഭിരാമത്തിലെ റോഡുകളാണ് എല്ലാം. നല്ല ഇടുങ്ങിയ റോഡുകളാണ് കേട്ടോ. രണ്ട് സൈഡും ഫുള്ള് കടയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ പോലെ തോന്നിയത്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയായിരുന്നു. അങ്ങനെ വന്ന് അവസാനം നമ്മുടെ ബ്രാഞ്ച് കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെയാണ് അഭിരാമം ബ്രാഞ്ച്. ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ അഭിരാമം ബ്രാഞ്ചൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പിന്നെ പോയത് അഭിരാമം ബ്രാഞ്ചിലെ മാനേജർ ഷുജാൻ്റെ ഫ്രണ്ട് തന്നെയാണ് അനൂപിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അനൂപിൻ്റെ വീട് നാട്ടിലാണ്. അനൂപ് വല്ലംകാരനാണ്. അപ്പോൾ അങ്ങനെ അനൂപ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ്. അനൂപ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലീവ് ദിവസമാണ് ഞങ്ങൾ പോയത്, അവധിയുള്ള ദിവസമാണ് പോയത്.
അപ്പോൾ അനൂപിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നോർത്ത് അനൂപിൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഇവിടെയാണ് അനൂപ് താമസിക്കുന്ന സ്ഥലം. നമുക്ക് അനൂപിൻ്റെ വീടൊന്ന് കയറി കാണാം. അനൂപ് എന്നെ ഒന്നും പറയരുത് കേട്ടോ. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ അനൂപ് അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അയ്യോ ആശ ഇതൊക്കെ എടുത്തിടാൻ പോവാണോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അനൂപ് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അനൂപിൻ്റെ ഫാമിലി നാട്ടിലാണ്. അനൂപ് തന്നെയാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ ഇതാ അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു മോസ്ക് ഉണ്ട്. ശരിക്കും ഇത് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ അഭിരാമം എന്ന് പറയുന്നത്. അപ്പോൾ മോസ്ക്, പിന്നെയും പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ശരിക്കും ഉപ്പൂരണി പള്ളിവാസൽ എന്നാണ് ഈ പോയ ഒരു സ്ഥലത്തിൻ്റെ പേര്. അനൂപിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഉപ്പൂരണി പള്ളിവാസൽ എന്നാണ്. അവിടെയാണ് ആ പള്ളിയുടെ ആ ഒരു വലിയൊരു പള്ളിയുണ്ട്, മോസ്ക്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു പേര് വന്നതെന്ന് വിചാരിക്കുന്നു. അനൂപിൻ്റെ വീടിൻ്റെ അകത്താണ് കേട്ടോ. ഇതാണ് അനൂപ്. അനൂപാണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ ആശയം ഇത് ഫുള്ള് മാറാമ്പലൊക്കെയാണ്, അതൊക്കെ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അനൂപ്. അതൊന്നും ഒരു വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ഇവിടെ അടുത്തടുത്തടുത്ത വീടുകളാണ് ചേർന്ന് നമ്മുടെ പരമക്കുടിയിലും അങ്ങനെ നമ്മുടെ വീടിരിക്കുന്നോടത്ത് ഇങ്ങനെയാണ്. പക്ഷേ ഇത്രയും ഇങ്ങനെ ഇതെന്തോ ശ്വാസം മുട്ടും പോലെ തോന്നി. ഫുള്ള് ഇങ്ങനെ ചുറ്റും നമുക്കൊട്ടും ഇങ്ങനെ സ്ഥലമേ ഇല്ലാണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് സ്ഥലമൊക്കെ കണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അടുത്തടുപ്പിച്ച് വീടുകൾ അങ്ങനെയുള്ള പോലെ തോന്നി. പക്ഷേ നിറച്ച് മരങ്ങളും ഉണ്ട് കേട്ടോ, നല്ല പച്ചപ്പും ഉണ്ട്. എത്ര വീടുകൾ അടുത്തുണ്ടെങ്കിലും നല്ല പച്ചപ്പും ഉണ്ട്. അപ്പോൾ ഇതാ അവിടെ അടുത്ത് നല്ല വലിയ വലിയ വീടുകളുണ്ടായിരുന്നേ. മുസ്ലിംസിൻ്റെ വീടുകളാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ കാണുന്ന വലിയ എന്തോ തറവാടുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ താഴെയാണെങ്കിൽ ഒരു 4 കെട്ട് വീടുണ്ടായിരുന്നു. ടെറസിനോട് ചേർന്നൊരു വീട് ഇരിപ്പുണ്ട്, ഒരു 4 കെട്ട് വീട്, ഓടൊക്കെ വെച്ചിട്ട്. 4 കെട്ട് വീടൊന്നും നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു 4 കെട്ട് വീട് കാണുന്നത്. അകത്തൊന്നും പോയി എടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ആ മോളിൽ നിന്നൊക്കെ എടുത്തു. നല്ല രസം കാണാനായിട്ടല്ലേ. ആ ഓടുകൾ അടുക്കി വെച്ചേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു, നല്ല രസം. ആദ്യമായിട്ട് കാണാനാണോ എന്തോ അത്ര രസം തോന്നുന്നത്. എന്തായാലും നല്ല ഭംഗിയായിരുന്നു. കണ്ടോ ഓരോ വീടുകളും എല്ലാം ഇങ്ങനെ അടുപ്പിച്ചുള്ള വീടുകളും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആര്യവേപ്പില്ലാത്ത സ്ഥലമില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട് ആര്യവേപ്പ്. കുറച്ച് സ്ഥലം കിട്ടി അവിടെ അപ്പം ഒരു ആര്യവേപ്പ് വെച്ച് പിടിപ്പിക്കും. ആര്യവേപ്പ് ശരിക്കും ഭയങ്കര ഒരു ഔഷധമാണല്ലോ അല്ലേ, എല്ലാത്തിനും എന്തൊക്കെയോ മരുന്നുണ്ടാക്കാനും അതിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ആര്യവേപ്പില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. കുറച്ച് സ്ഥലമുള്ളൂ വീട്ടിലെങ്കിലും അവിടെ ഈ ആര്യവേപ്പിൻ്റെ മരം ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കായൊക്കെ എടുത്തിട്ട്, ഈ ആര്യവേപ്പിൻ്റെ കായ എടുത്തിട്ട് എന്തോ ഓയിലൊക്കെ ഉണ്ടാക്കുമല്ലോ, വേപ്പെണ്ണ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ആൾക്കാർ ഈ കായ താഴെ ചാടി കിടക്കുമ്പോൾ അതൊക്കെ പറക്കിയെടുക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അതിനുമുമ്പ് അവിടെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അഭിരാമൊക്കെ കണ്ടു. ആ വഴി ഏകദേശം മനസ്സിലായി. ഇനി നമ്മൾ തിരിച്ചു വരുന്ന വേറൊരു വഴി കൂടെയാണ്. ഈ റോഡ് എങ്ങനെയുണ്ട്, ഇതിൽ കുറച്ച് കിലോമീറ്റർ കുറവാന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴിയും കൂടെ വന്ന് നോക്കാമെന്ന് ഓർത്ത് വേറൊരു വഴി കൂടെ തിരിച്ചു വരുവാണ്. അവിടെയും എന്താ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അധികം വീടുകളൊന്നുമില്ല, കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൊരു റോഡാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് റോട്ടിൽ കൂടെ വരാൻ നല്ല രസമാണ്. ഇങ്ങനെ കാഴ്ച ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ല രസമല്ലേ. ഈ വയലും കൃഷി സ്ഥലങ്ങളും. വീടുകൾ കുറവാണ് ഈ റോഡിൽ. അധികം ഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വീടുകൾ അധികം കുറവായിരിക്കും. ഉള്ളിലേക്ക് പോയി ആൾക്കാർ താമസിക്കുകയും പുറമെ ഫുള്ളിങ്ങനെ കൃഷിത്തോട്ടങ്ങളാണ്, എല്ലാം കൃഷിത്തോട്ടങ്ങൾ. പിന്നെ ഇത് ഫുള്ള് ഇങ്ങനത്തെ കാഴ്ചയായിരുന്നു കേട്ടോ. ഒരെണ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഫുള്ളിങ്ങനെ ആടിനെയും കൊണ്ട് വരുന്ന കാഴ്ചകളായിരുന്നു. എല്ലാം മേയ്ക്കാൻ കൊണ്ടുപോയിട്ട് മേയാൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ആടുകളൊക്കെ. തിരിച്ചു വരുന്നത് ഫുള്ളിങ്ങനെയായിരുന്നു. വരുന്ന വഴി ഫുള്ള് ആടിനെയും കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊരു കാഴ്ച കണ്ടു. ഈ കൊക്കിനെ കണ്ടോ,
സാധാരണ ഇങ്ങനെ നാട്ടിൽ കാണുന്ന കൊക്കാണോ ഇത് എനിക്കറിയില്ല കേട്ടോ. മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായിപ്പോയി. ഈ സാധനത്തിന് ഈ സൂയിലൊക്കെ പോയിട്ടാണ് കണ്ടേക്കണത് ഇങ്ങനെയുള്ള കൊക്കിനെയൊക്കെ. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി ഈ സാധനത്തിനെ കണ്ടിട്ട്. എന്താണെങ്കിലും ആ ഊതുള്ള ബഹളങ്ങളായിരുന്നു ഞങ്ങൾ. ഇത്രയും വലിയൊരു സാധനം ഇതിൽ നടക്കാതെ വെച്ചാൽ ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു. എന്താണേലും ഇതും കണ്ട് നമ്മുടെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു, ചുമ്മാ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ട്രാവലിൽ പോയി അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. എല്ലാവർക്കും ബൈ ബൈ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.